ദേവ്യാനി അങ്ങനെ ഒടുവിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞ് നയനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവന്നു അല്ലേ. അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ജലജയ്ക്കും ജാനകിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് പഴയ പോലെ മടി തുടങ്ങിയിട്ടോ. കാരണം നയന വന്നല്ലോ. ഇനിയിപ്പൊ നയൻ അനന്തപുരിയിലെ എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ഏറ്റെടുത്തോളൂന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അന്നേ ദിവസം അനാമിക നയനെ ഫോഴ്സ് ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറയുന്നുണ്ട്. ഇത് കേട്ടോണ്ട് ദേവ്യാനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനാമികയുടെ എന്നും നല്ല രീതിയിൽ പെരുമാറിയിരുന്ന ദേവ്യാനി അപ്പൊ നല്ല ഷൗട്ട് ചെയ്തിട്ടാട്ടോ സംസാരിക്കുന്നത്. അതേസമയം അങ്ങോട്ട് ജാനകിയും ജലജയൊക്കെ വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ഭൂകമ്പം തന്നെയാണ് സംഭവിക്കുന്നത്. എന്തായാലും അതാണ് ഇന്നത്തെ എപ്പിസോഡ്. എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് അനാമികയ്ക്ക് രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അനാമിക കിച്ചണിൽ പോയി നോക്കിയിട്ട് എല്ലാ പാത്രവും തുറന്നു നോക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ആ സമയത്തൊക്കെ കിച്ചണിൽ കയറി പണിയെടുക്കാറാണ് ജാനകിയും ജലജയും. എന്നാൽ ഇന്നിപ്പോ ആരെയും അടുക്കളയിൽ കാണാനുമില്ല. എന്തായാലും അനാമികയ്ക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. ഷോ, ഇതെന്താ ആരും ഒന്നും ഉണ്ടാക്കി വെച്ചില്ലേ? അയ്യോ, എനിക്ക് വിശന്നിട്ട് വയ്യ. ഈ അമ്മ ഇത് എവിടെ പോയി കിടക്കുക? ഇതും പറഞ്ഞ് അനാമിക ജാനകിയെ പലയിടത്തായിട്ട് തിരക്കുന്നുണ്ട്. എന്നാൽ അവിടെ എവിടെയും കാണാത്തോട് തന്നെ അനാമിക നേരെ ജാനകിയുടെ മുറിയിലോട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് ജാനകി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. പിന്നെ അനന്തപുരിയിലെ ആണുങ്ങളൊക്കെ പണിക്ക് പോയിരിക്കുകയാണല്ലോ. എന്തായാലും അനാമിക മുറിയിലോട്ട് കയറിയിട്ട് അമ്മേ. ജാനകി ആണെങ്കിൽ ഉറക്കച്ചടവില് പല പിച്ചും പേയും ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ അമ്മ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടേ, പോയി എടുത്ത് എന്തെങ്കിലും കഴിക്ക്. അതിനിവിടെ എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അടുക്കളയിൽ ഒന്നുമില്ല അമ്മേ. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്ക്. ഇത് കേട്ടപ്പോൾ അനാമിക ഒന്ന് ഷോക്കാവാൻ കേട്ടോ. ഇവരെന്തൊക്കെയാ പറയുന്നത്? ഇത്ര ദിവസം ഇവരല്ലേ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിരുന്നത്. ഇപ്പൊ എന്താ ഇവർക്കൊരു മനമാറ്റം? എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. എന്റെ കുടല് കരയുന്ന ശബ്ദം വരെ പുറത്തോട്ട് കേൾക്കുക. ഇനിയിപ്പോൾ എന്താ ഒരു വഴി? ഇതും പറഞ്ഞ് അനാമിക നേരെ ആ ടേബിളിലേക്ക് നോക്കുമ്പോൾ അവിടെ ജഗ്ഗിൽ കുറച്ച് വെള്ളം ഇരിപ്പുണ്ട് കേട്ടോ. ആ ജഗ്ഗ് എടുത്തോണ്ട് വന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ജാനകിയുടെ മുഖത്തോട്ട് കുടയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജാനകി ഉറക്കത്തുനിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്താ മോളെ, ഇന്ന് മോളെന്താ നേരത്തെ എഴുന്നേറ്റത്? നേരത്തെയോ? അമ്മേ, സമയം എത്രയായിന്ന് നോക്ക്. എത്രയായി മോളെ? 8 മണിയായി. അയ്യോ, 8 മണിയോ? ഞാൻ ഇന്നലെ നല്ല നേരം വൈകിയ മോളെ ഉറങ്ങിയത്. ദേ അമ്മേ, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇന്നലെ രാത്രി അമ്മയുണ്ടാക്കിയ ഭക്ഷണം ഒരു രുചി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്ര കഴിക്കാനും പറ്റിയില്ല. ഇന്ന് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി താമേ. അയ്യോ അനാമിക മോളെ, അമ്മയ്ക്ക് ഒട്ടും വയ്യ ഇന്ന്. അമ്മേ, അങ്ങനെയൊന്നും പറയില്ല അമ്മേ. മോളൊരു കാര്യം ചെയ്യ്, ജലജയോട് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറ. അതിനപ്പച്ചി ആ പരിസരത്ത് കണ്ടിട്ട് വേണ്ടേ? അവൾ ഉറങ്ങാണോ? അതെ അമ്മേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഇന്നലെ നയന വന്നിരുന്നല്ലോ, അവളോട് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറ. അയ്യോ, ഞാൻ അവളോട് ചെന്ന് പറയാനോ? അതൊന്നും നടക്കില്ല. പ്രത്യേകിച്ച് അമ്മയ്ക്ക് അറിയാലോ, അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് ഇഷ്ടമല്ല. അത് വായി വെക്കാൻ കൊള്ളത്തില്ല. അയ്യോ, മോൾ ഇന്നേക്കൊന്ന് ക്ഷമിക്ക്. അവളുടെ ഭക്ഷണത്തിന് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. മോൾ ചെന്ന് കഴിക്ക്. ഇപ്പം എന്നെ ഒന്ന് വെറുതെ വിട്, ഞാൻ കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ. ഇതും പറഞ്ഞ് ജലജ അവിടെ കിടന്നോട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ അനാമികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ ദേഷ്യത്തോടു കൂടി തന്നെ അനാമിക വീണ്ടും കിച്ചണിലോട്ട് പോയി നോക്കുകയാണ് കേട്ടോ, വിശപ്പോണ്ട്. ആ സമയത്താണ് അവിടെ നവ്യയെ കാണുന്നത്. നവ്യ അവിടെ എന്തോ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അനാമിക അങ്ങോട്ട് ചെന്ന് നോക്കുന്നുണ്ട്. വെളുപ്പിനെ എഴുന്നേൽക്കാത്ത ആള് ഇന്ന് നേരത്തെ കിച്ചണിൽ കയറിയല്ലോ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, വന്നോ? ഞാൻ എന്താ വരാത്തതെന്ന് കരുതി ഇരിക്കുമായിരുന്നു. അല്ല, ഇന്ന് ആരും കിച്ചണിലൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. പ്രത്യേകിച്ച് നിനക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടാവും അല്ലേ? രാവിലെ ആർത്തിയോടെ കഴിക്കുന്നത് ഞാൻ എപ്പോഴും കാണാറുണ്ട്. ഈ സമയമാകുമ്പോഴത്തേനും നിനക്ക് നന്നായിട്ട് വിശക്കുന്ന എനിക്കറിയാം. ആണെങ്കിൽ നിങ്ങൾക്കെന്താ? ഞാൻ നിങ്ങളോടൊന്നും ഉണ്ടാക്കി തരാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് വേണ്ടി ദോശമാവ് അവിടെ വെച്ചാൽ മതി, ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അയ്യോ എങ്ങനെ? ഈ മാവെടുത്ത് നിന്റെ വായിലോട്ട് ഒഴിച്ചു തന്നാലോ? അപ്പൊ പിന്നെ നിന്റെ വയറ് നിറയുമല്ലോ. പിന്നെ നിനക്ക് കഷ്ടപ്പെട്ട് ദോശമാവ് കല്ലിലൊഴിച്ചുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന് നിങ്ങളോട് ചെയ്തു തരേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. എടി, ഈ ദോശമാവ് ഉണ്ടാക്കി എനിക്ക് ഇത് മുഴുവൻ തീർക്കാനും അറിയാം. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഈ വീട്ടിൽ ഞാൻ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾക്കാ. ഒന്നാമത്തത് എന്റെ അനിയത്തിക്ക്, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും അമ്മായിക്കും. അല്ലാതെ നിങ്ങൾക്കാർക്കും ഇവിടെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. ഈ മാവേ ഞാൻ തലേന്ന് കഷ്ടപ്പെട്ട് അരച്ചു വെച്ചതാ. നിനക്ക് വേണമെങ്കിൽ നീ ഉണ്ടാക്കിയോ? ഇല്ലെങ്കിൽ നിനക്കുണ്ടാക്കി തരാൻ നിനക്ക് 2 അമ്മായിയമ്മമാരില്ലേ? എന്തിനു പറയണം, എന്റെ അമ്മായിയമ്മയും കൂടി നീ വിലക്ക് വാങ്ങിയിരിക്കില്ലേ? അവരാരും ഇല്ലേ നിനക്കൊന്നും ഉണ്ടാക്കി തരാൻ? ചെന്ന് അവരോട് പോയി പറയടി. അപ്പൊ അനാമിക പറയുന്നുണ്ട്, എടി നീ വെറുതെ എന്നോട് കളിക്കാൻ നിൽക്കണ്ട, കേട്ടല്ലോ? കേട്ട്. നിന്നോട് കളിച്ചാലേ നീ വലിച്ചങ്ങ് മൂക്കി കയറ്റും. ഒന്ന് പോടി വേണേ. എടി നവ്യെ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ആദ്യം നീ പോയി മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്ക്. പോടി പെണ്ണെ, പോയി അത് പഠിച്ചിട്ട് വാ. എടി, നിന്നെ ഞാൻ കൂടുതൽ പ്രസംഗിക്കേണ്ട. എന്റെ കയ്യിൽ ചൂടുള്ള ചട്ടക ഇരിക്കുന്നത്, ഒരെണ്ണം വെച്ച് ഞാൻ അങ്ങ് തരും. ആ ചൂടുള്ള ചട്ടകം കണ്ടപ്പോൾ തന്നെ അനാമിക പിന്നിലോട്ടൊന്ന് വലിയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുന്നുണ്ട്. ഈശ്വര, എനിക്ക് വിശന്നിട്ട് വയ്യല്ലോ. അവളോട് സൗമ്യമായി നിന്നിരുന്നെങ്കിൽ ഒരു ദോശയെങ്കിലും കിട്ടുമായിരുന്നു. ഇതും പറഞ്ഞ് അനാമിക രേവതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വീട്ടിലെ രേവതിയും വേണുവനെയാണ് കേട്ടോ. അപ്പൊ രേവതി പറയുന്നുണ്ട്, ദേ നിങ്ങളെ മോള് വിളിക്കുന്നു, നിങ്ങൾ എന്നെ എടുത്തു നോക്ക്. എനിക്കെന്തിനാ ഫോണ്? നിന്റെ ഫോണിലോട്ടല്ലേ വിളിക്കുന്നത്?
ആ നീ തന്നെ എടുത്ത് സംസാരിക്കേ. ദേ നിങ്ങളുടെ മോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വിളിക്കുകയായിരിക്കും. എനിക്കൊന്ന് വയ്യ അത് പരിഹരിക്കാൻ. ഷേ നീ ആ ഫോണൊന്ന് ആദ്യം എടുക്ക്. എന്തായാലും രേവതി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ മോളെ. ഹലോ അമ്മേ, അവിടെ ഇന്നെന്താ ഉണ്ടാക്കിയത്? ഇവിടെയോ? എന്താ മോളെ, മോളൊന്നും കഴിച്ചില്ലേ? ആദ്യം അമ്മ അവിടെ എന്താ ഉണ്ടാക്കിയെന്ന് പറ. ഇവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. ഞാനും നിന്റെ അച്ഛനും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതുമേൽ അങ്ങ് ഒതുക്കി. ഷെടാ, ഇത് അതിനും വലിയ കഷ്ടമായി പോയല്ലോ. എന്താ എന്താ മോളെ? മോളും അനി ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഓ പിന്നെ, മലക്ക് പോയിരിക്കുന്ന അനിയെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരാനാ? അല്ലെങ്കിലും അവൻ വന്നത് തന്നെ. ആ അതും ശരിയാണല്ലോ. പിന്നെന്തിനാ മോള് രാവിലത്തെ ഭക്ഷണം വിളിച്ചു ചോദിക്കുന്നേ? അമ്മേ ഒന്നും പറയണ്ട, എനിക്ക് വിശന്നിട്ട് വയ്യ. വിശന്നിട്ട് കുടല് കരിയുന്ന മണം വരെ എന്റെ മൂക്കിലടിക്കാൻ തുടങ്ങി. അയ്യോ, അപ്പൊ മോളൊന്നും കഴിച്ചില്ലേ? അതിന് ഈ അനന്തപുരി തറവാട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണ്ടേ കഴിക്കാൻ? അപ്പൊ അവിടെയുള്ള മനുഷ്യന്മാരൊക്കെ എന്താ കഴിച്ചത്? ആ അവരോരൊന്നും ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. എനിക്ക് മാത്രം അവരൊന്നും തരാത്തത്. ആഹാ, അതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മോൾക്കൊന്നാമത് കുക്കിംഗ് ഒന്നും അറിയാത്തതല്ലേ, പിന്നെ മോൾ എങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ? അമ്മേ, എനിക്ക് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാലോ. അത് നമുക്ക് മാത്രമല്ല അറിയൂ, ആ വീട്ടിലുള്ളവർക്ക് അറിയില്ലല്ലോ. എന്തായാലും അച്ഛനോട് പറഞ്ഞിട്ട് അമ്മ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വാ. എനിക്ക് വിശന്നിട്ട് കണ്ണുപോലും കാണുന്നില്ല അമ്മേ. മോള് വെക്ക്, ഞാൻ അച്ഛനോട് പറയാം. ഇതും പറഞ്ഞ് അനാമികയുടെ ഫോണ് രേവതി കട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, വേണുവേട്ടാ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ? കാശോ? എന്റെ കയ്യിൽ എവിടുന്നാ കാശ്? ഉണ്ടായിരുന്നെങ്കിൽ 1 കിലോ ബീഫെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരില്ലായിരുന്നു. അതെ, നമ്മുടെ മോള് വിളിച്ചേക്കുവാ, അവക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലാൻ. മോളോട് നീ പറഞ്ഞില്ലേ ഇപ്പൊ അച്ഛന്റെ കയ്യിൽ കാശൊന്നും ഇല്ലെന്ന്? അതും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ല്, അപ്പൊ ബാക്കി കിട്ടും. അല്ല, അതിനവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഈ പെണ്ണിന് ഇതിന് ഇപ്പൊ ഭക്ഷണം അവിടെ ആരും ഒന്നും ഉണ്ടാക്കില്ലെന്നാ പറയുന്നത്. എനിക്ക് തോന്നുന്നത് മിക്കവാറും നിങ്ങളുടെ മോള് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയായിരിക്കും. ഒന്നാമത് ആ നയന് വന്നിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. ചിലപ്പോൾ അവളായിരിക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത്. നമ്മുടെ മോൾക്ക് ഇത് എന്തിന്റെ കേടാ? ആ പെങ്കുച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ ടേസ്റ്റ് കുറവൊന്നുമില്ല, അസാധ്യ രുചിയാ. നമ്മളന്ന് കഴിച്ചിട്ടുള്ളതാണല്ലോ. പിന്നെ എന്തിന്റെ പേരിലാ ഇവള് ഭക്ഷണം കഴിക്കാതിരിക്കുന്നേ? ഇത് നല്ല സംസാരം. നിങ്ങൾ നിങ്ങളുടെ മോളെക്കുറിച്ചാ പറയുന്നത്. മറ്റവളെ സപ്പോർട്ട് ചെയ്യും ചെയ്യാ. അങ്ങനെയല്ല രേവതി ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ അവസ്ഥ നമ്മുടെ മോൾക്ക് മനസ്സിലാക്കാനല്ലേ ഉള്ളൂ. നമ്മുടെ മോള് നമുക്ക് വേണ്ടി കുറെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എവിടെന്നെങ്കിലും കുറച്ച് കാശ് കടം വാങ്ങിക്ക്, അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ച് നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അതിന്റെ പേരിൽ അവരെ 2 പറയും ചെയ്യാലോ. ദേ രേവതി, ഓരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മളെ മോള് വരുമ്പോൾ നമ്മൾ അവളെ തിരുത്തുക വേണ്ടത്. അതിനു പകരം മോളെ സ്വഭാവം വഷളാക്കുന്ന രീതിയിലല്ല പെരുമാറേണ്ടത്. നമുക്കിത് ചിലപ്പോൾ ഒരു രസമായിരിക്കും, എന്നാൽ അനന്തപുരിയുള്ളവർ അത് അങ്ങനെയല്ല എടുക്കുക. പ്രത്യേകിച്ച് ആ മൂർത്തി സാറ്. നിനക്കറിയാലോ, നമ്മുടെ മോള് വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കി വെക്കുക. അതിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നീ സംസാരിക്കാൻ നിൽക്കണ്ട കേട്ടോ രേവതി. ഓ ശരി, എന്തായാലും ഇപ്രാവശ്യത്തേക്ക് നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. ഞാൻ നോക്കട്ടെ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനാമിക നയനയുടെ അടുത്തേക്ക് വരുന്നതാണ്. നയന സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അനാമികയ്ക്ക് നന്നായിട്ട് വിശന്നു തുടങ്ങുന്നുണ്ട്. അപ്പൊ അനാമിക നയനോട് പറയുന്നുണ്ട്, അതെ രാവിലെ ഇവിടെ ആരും ഒന്നും ഉണ്ടാക്കിയില്ല, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. നിങ്ങൾ കിച്ചണിൽ കയറി എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിത്താ. എന്ത്? ഇവിടെ എല്ലാരും ഭക്ഷണം കഴിച്ചല്ലോ, അനാമിക കഴിച്ചില്ലേ? ഓ, കഴിക്കാനുണ്ടാക്കിയത് ഇവിടെ നിന്ന് നവ്യല്ലേ, അവൾ എനിക്ക് ഭക്ഷണം തന്നില്ല. അയ്യോ, എല്ലാരും ഭക്ഷണം കഴിച്ചല്ലോ അനാമികയെ, നിനക്ക് മാത്രം അവൾ തരാതിരിക്കുവോ? എനിക്ക് എന്തായാലും നന്നായിട്ട് വിശക്കുന്നു, നിങ്ങളൊന്ന് കിച്ചണിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കിത്താ. അയ്യോ അനാമികയെ, എനിക്ക് വയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, ഓരോ ആക്ടിങ് കാണിച്ച് ജോലി എടുക്കാതിരിക്കാനാണല്ലേ. എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കി തന്നേ പറ്റൂ. അതേസമയം ഇത് കേട്ടോണ്ട് ദേവ്യാനെ അങ്ങോട്ട് വരുന്നുണ്ട്. അതെ, അനാമിക മോൾക്ക് ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലേ? വല്യമ്മേ, ഇത് നോക്കിയ വല്യമ്മേ, ഇവരെനിക്ക് ഒന്നും ഉണ്ടാക്കി തരുന്നില്ല. എനിക്ക് ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, നിനക്ക് അറിയില്ലെന്നറിയാം, എന്നാ ഇന്ന് മുതൽ അനാമിക ജാനകിക്കും ജലജയ്ക്കും ഒപ്പം അടുക്കളയിൽ കയറണം. എന്ത്? ഞാൻ കിച്ചണിൽ കയറണമെന്നോ? അതെ, അവരൊക്കെ നിന്നെ പോലെ സ്ത്രീകൾ തന്നെയല്ലേ. അവർ ജോലി എടുക്കുമ്പോൾ ഒരാളവിടെ കൈയും കെട്ടി നോക്കി നിൽക്കുന്നത് ശരിയാണോ അനാമികയെ? പറ്റുന്ന സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുന്നേ. ഇതൊന്നും ചെയ്യാതെ സമയത്തിന് കഴിക്കാൻ മാത്രം ഇരുന്ന ആർക്കായാലും മോളോട് ദേഷ്യം വരും. പിന്നെ നയനമോളെ കൊണ്ട് ഇനി ഒരു ജോലി എടുപ്പിക്കരുത് അനാമിക, കേട്ടല്ലോ? നയനമോക്ക് ഇപ്പൊ വയ്യാതിരിക്കുക. വല്യമ്മേ, ഇപ്പൊ എന്താ വല്യമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ അങ്ങനെ ഒന്ന് കണക്കാക്കി പറഞ്ഞതൊന്നും അല്ല. ഇതെന്റെ മരുമകളാ, ഞാൻ മനസ്സിലാക്കാതെ പോയ മരുമകളായിരുന്നു. എന്നാ എന്റെ മനസ്സ് നിറയെ ഇപ്പൊ ഈ മരുമകളാ. അവൾക്കിപ്പോ വയ്യാതിരിക്കുക, അവൾക്കൊരു വയ്യായും ഇല്ല, അവള് വെറുതെ ആളെ പറ്റിക്കുക. ദേ അനാമികെ, അനാവശ്യം പറയരുത്. നിനക്കറിയോ മോക്കൊരു കുഴപ്പമില്ലെന്ന്? നിനക്ക് 2 കൈയുണ്ടല്ലോ, അപ്പൊ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചൂടെ? നീ ഇങ്ങനെ ആളെ തമ്മി തെറ്റിക്കുന്ന പണിയെടുത്ത് നടക്കണ്ട. ആ സമയം കൊണ്ട് എന്തെങ്കിലും വെച്ചുണ്ടാക്കിയ നിന്റെ വയറിലോട്ട് എത്തും. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ജോലിക്കാരി വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും. നിന്റെ ദുർശീലങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും ജാനകിയൊക്കെ തന്നെയാ നിന്നെ ഇങ്ങനെ ആക്കിയത്. വല്യമ്മ ഇങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ എന്റെ വീട്ടിൽ പോവുക. ഇങ്ങനെ ഇവിടെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകുന്നത് തന്നെ നല്ലത്. എനിക്കും നിന്നോട് വലിയ താല്പര്യമൊന്നുമില്ല, അതുണ്ടാവുന്നത് വരെ നീ അവിടെ പോയി നിന്നോ. അപ്പൊ നയന് പറയുന്നുണ്ട്,
അമ്മേ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തായാലും അനാമി അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് പോവാണ് കേട്ടോ. അപ്പൊ ദേവിയനെ പറയുന്നുണ്ട്, മോളെ ഞാൻ ഇതൊക്കെ അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അനയുടെ ദാമ്പത്യം തകർന്നു പോകുന്നത് മറ്റാരേക്കാൾ വേദനിക്കുന്നത് എന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അനാമിക മോളെ വെറുപ്പിക്കുകയല്ല. പകരം ഓരോന്ന് പറയുമ്പോഴെങ്കിലും അവളുടെ മനസ്സ് മാറുമെന്നുള്ള വിശ്വാസം എനിക്ക്. അനിയും അനാമിക മോളും ഒരുമിക്കണം. അവരുടെ ദാമ്പത്യം നല്ല രീതിയിലാവണം. അത് മാത്രം ഇനി എൻ്റെ പ്രാർത്ഥന. പിന്നെ എനിക്കിനി ഒരു കുഞ്ഞിക്കാല് കാണണം, എൻ്റെ മോൻ്റെ കുഞ്ഞിൻ്റെത്. അതിന് എനിക്ക് സാധിച്ചു തരേണ്ടത് എൻ്റെ മരുമകളാ, അല്ല എൻ്റെ മകള്. ഇതൊക്കെ കേട്ടപ്പോൾ നയനിക്ക് വലിയ സന്തോഷമാവും കേട്ടോ. എന്തായാലും നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു മുഹൂർത്തം തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മായിയമ്മയും മരുമകളും ഒന്നിക്കുകയാണ് കേട്ടോ. ഇനി എന്തായാലും ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്. അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്ക്. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.